കൊല്ലം കുരീപ്പുഴയിൽ ബോട്ടുകൾക്ക് തീപിടിച്ചിരിക്കുന്നു. ബോട്ടുകളിൽ ഉണ്ടായിരുന്ന ഗ്യാസ് സിലിണ്ടറുകൾ പൊട്ടിത്തെറിച്ചതാണ് തീപിടിക്കാൻ കാരണമായത്. കുളച്ചൽ പൂവാർ ഭാഗങ്ങളിൽ 9 ചെറിയ ബോട്ടുകളും ഒരു ഫൈബർ വള്ളവും കത്തിനശിച്ചു. കൂടുതൽ വിവരങ്ങളുമായി കൊല്ലത്ത് നിന്ന് സുധീഷ് ചേരുകയാണ്. സുധീഷ്, എന്താണ് അപകട കാരണം? എന്താണ് അറിയാനാവുന്നത്? പുലർച്ചെ 2 മണിയോടെയാണ് ഇത്തരത്തിൽ കൊല്ലം കുരീപ്പുഴ ഭാഗത്ത് കായലിൽ കെട്ടിയിട്ടിരുന്ന അല്ലെങ്കിൽ കായലിൽ ഇങ്ങനെ നങ്കൂരമിട്ടിരുന്ന ഈ ബോട്ടുകൾ, മത്സ്യബന്ധന ബോട്ടുകളാണ്. ഈ ബോട്ടുകൾ കത്തി നശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പ്രാഥമികമായ ഒരു വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ബോട്ടുകളിൽ ഉണ്ടായിരുന്ന ഗ്യാസ് സിലിണ്ടറുകൾ, പാചകത്തിനായി ഉപയോഗിക്കുന്ന ഗ്യാസ് സിലിണ്ടറുകൾ പൊട്ടിത്തെറിച്ചാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായതെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത്തരത്തിൽ നിരവധി ബോട്ടുകൾ ഈ പ്രദേശങ്ങളിലൊക്കെ തന്നെ മത്സ്യബന്ധനം കഴിഞ്ഞ് ഇവിടെ കൊണ്ടുവന്ന് കെട്ടിയിടുക പതിവാണ്. അത്തരത്തിലുള്ള ഒരു 10ഓളം ബോട്ടുകളാണ് ഇപ്പോൾ ഇത്തരത്തിൽ കായലിൽ കത്തി നശിക്കുന്ന ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. പക്ഷേ ഈ ബോട്ടുകളിലൊന്നും തന്നെ ആൾക്കാരുണ്ടായിരുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ വലിയൊരു അപകടം ഒഴിവായി എന്ന് വേണം കരുതാൻ. ഏതായാലും പൂർണ്ണമായും ഒരു 10ഓളം ബോട്ടുകൾ ഇത്തരത്തിൽ കത്തി നശിച്ചു. അതിലൊരു ഫൈബർ ബോട്ട് ഉൾപ്പെടെയുള്ളവയുണ്ട്. ഇവ മത്സ്യബന്ധനം നടത്തുന്നതിനായി ഇവിടെ എത്തിച്ചിരിക്കുന്നതാണ്. തിരുവനന്തപുരം, തമിഴ്നാട് ഭാഗങ്ങളിൽ നിന്നുള്ളവരുടെ ബോട്ടുകൾ ഉൾപ്പെടെ ഇത്തരത്തിൽ അപകടത്തിൽ കത്തി നശിച്ചൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഏതായാലും ഇവിടെ പോലീസും ഉന്നത ഉദ്യോഗസ്ഥരും ഒക്കെ സ്ഥലത്ത്, ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തി സ്ഥിതികൾ വിലയിരുത്തിയിട്ടുണ്ട്. ഇത് പ്രാഥമികമായ ഒരു നിഗമനം അനുസരിച്ച് ഗ്യാസ് സിലിണ്ടറുകൾ തന്നെയാണ് ഈ ഒരു തീ പടർന്ന് പിടിക്കാനുണ്ടായ കാരണം, അല്ലെങ്കിൽ ബോട്ടുകൾ കത്തിനശിക്കാനുണ്ടായ കാരണം എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് അന്വേഷണങ്ങളിലേക്ക് കടക്കേണ്ടതുണ്ട്. കാരണം ഇതിൽ മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ട് അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഇത്തരത്തിൽ ഒരു തീ പടരാനുണ്ടായ സാഹചര്യത്തിലേക്ക് എത്തിച്ചതാണോ എന്നുള്ള കാര്യങ്ങളും ഇത്തരത്തിൽ സംശയിക്കുന്നു. ഇപ്പോൾ ജില്ലാ കളക്ടർ ചേരുകയാണ്. സാർ, എന്താണ് പ്രാഥമികമായി മനസ്സിലാക്കാൻ? പ്രാഥമികമായി 10ഓളം ബോട്ടുകൾ കത്തിനശിച്ചിട്ടുണ്ട്. അതിൽ 9 ബോട്ടുകൾ തിരുവനന്തപുരം സ്വദേശികളുടെയാണ്. ഒരു ബോട്ട് നമ്മുടെ ഇവിടെ നീണ്ടകര സ്വദേശി ലോറൻസിൻ്റെയാണ്. അപ്പോൾ അവർ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ട് അവരുടെ മത്സ്യബന്ധന പ്രവർത്തനങ്ങളെല്ലാം നിർത്തിയിട്ട് അവർ പോയിരിക്കുകയാണ്. രാത്രി 2 മണിയോട് അടുപ്പിച്ചാണ് തീ കണ്ടതെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. അപ്പോൾ ഉടനെ തന്നെ അവർ തീ പടരുന്നത് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ബോട്ടുകൾ, തീ പിടിച്ച ബോട്ടുകൾ അണക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം ഉണ്ടായി. പിന്നെ ഫയർ യൂണിറ്റ് പെട്ടെന്ന് തന്നെ എത്തി. ബാക്കിയുള്ള ബോട്ടുകളിലൊക്കെ നല്ല വേഗതയിൽ തീ പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത് തീ അണക്കാനുള്ള ശ്രമം നടത്തി. ഇപ്പോൾ അവസാനമായിട്ട് ആ ബോട്ട് കത്തിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഇപ്പോൾ സംഭവിച്ചത്. ഇതിലെ നാശനഷ്ടം നമുക്ക് എങ്ങനെ നികത്താൻ കഴിയും? അത് സർക്കാർ സഹായം എന്തെങ്കിലും? അതൊന്നും ഇപ്പോൾ പറയാറായിട്ടില്ല. ഇതിൻ്റെ പ്രാഥമികമായിട്ടുള്ള പരിശോധനകളെല്ലാം പൂർത്തിയായിട്ട് ആദ്യം ഈ തീ അണച്ചതിന് ശേഷം ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും പോലീസിൻ്റെയും പരിശോധനയും അന്വേഷണവും ഉണ്ടാകും. തുടർന്നാണ് അത്തരം കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. പ്രാഥമികമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ സിലിണ്ടറുകൾ പൊട്ടിത്തെറിച്ചാണ് തീ ഇത്തരത്തിൽ വലിയ രീതിയിൽ പടരാനുണ്ടായ സാഹചര്യം എന്നാണല്ലേ? സിലിണ്ടറുകൾ പൊട്ടിത്തെറിച്ചതായിരിക്കില്ല എന്നാണ് തോന്നുന്നത്. ഈ വലകളുണ്ട്, ഇതിൽ വലക്ക് തീ പിടിച്ച് ആ തീ അങ്ങ് പടർന്ന് കത്തിക്കൊണ്ടേയിരുന്നു. അങ്ങനെ പടർന്ന് പിടിച്ചായിരിക്കാനാണ് സാധ്യത. 1-2 സിലിണ്ടറുകളും പൊട്ടിത്തെറിച്ചിട്ടുണ്ട്. തീർച്ചയായും അതുതന്നെയാണ്. ഈ മത്സ്യബന്ധനത്തിൽ ഉപയോഗിക്കുന്ന വലകളും മറ്റുമൊക്കെ ഈ ബോട്ടുകളിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ വലകളും മറ്റുമൊക്കെ കത്തി നശിക്കുന്ന ഒരു സാഹചര്യം. അത്തരത്തിൽ തീ ഈ ബോട്ടുകളിൽ മറ്റുമൊക്കെ പടരുന്നത് കൊണ്ട് തന്നെ ആ തീ അണയ്ക്കുക ഏറെ പ്രയാസമായിരുന്നു, ഏറെ ബുദ്ധിമുട്ടുണ്ട ഒരു കാര്യം തന്നെയായിരുന്നു. ഏതായാലും ഇപ്പോൾ ഒരു ബോട്ടിൻ്റെ തീ പൂർണ്ണമായും കെടുത്തുന്നതിനുള്ളൊരു ശ്രമമാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും പോലീസും മറ്റും നാട്ടുകാരും ചേർന്ന് നടത്തി വരുന്നത്. ഇനി അതുകൂടി പൂർത്തിയാക്കിയാൽ മാത്രമേ ഈ പൂർണ്ണമായും തീ നിയന്ത്രണ വിധേയമാക്കാൻ പറ്റുകയുള്ളൂ. ഏതായാലും ഈ ബോട്ടുകളിലേക്ക് പടർന്ന തീ വലിയ രീതിയിലുള്ള ഒരു നാശനഷ്ടമാണ് വരുത്തിയിരിക്കുന്നത്. ഈ പ്രദേശത്തുള്ളവരൊക്കെ തന്നെ ഈ ഒരു ശബ്ദം കേട്ടാണ് ഇവർ പുലർച്ചെ ഉണർന്നു നോക്കുമ്പോഴാണ് ഇത്തരത്തിൽ ബോട്ടുകൾ കായലിൽ കത്തിയമരുന്ന ഒരു കാഴ്ച കാണാൻ കഴിഞ്ഞത്. ഇപ്പോൾ ജില്ലാ കളക്ടർ പറഞ്ഞ പോലെ ഇത് സ്വാഭാവികമായും ഒരു തീ പടരാനുണ്ടായ സാഹചര്യം എന്തെന്ന് വ്യക്തമല്ല. പക്ഷേ തീ പടർന്നതിന് ശേഷം ബോട്ടിലുണ്ടായിരുന്ന മറ്റ് മത്സ്യബന്ധന ഉപകരണങ്ങളും മറ്റുമൊക്കെ കത്തി നശിക്കുന്നു. ആ കത്തി നശിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ അത് ഫൈബർ ഉൾപ്പെടെയുള്ള സാധനങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ തീ പടർന്നു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് അണയ്ക്കുക
ബുദ്ധിമുട്ടാണ്. അത് വെള്ളത്തിലായാൽ പോലും വളരെ പ്രയാസമാണ് തീ പെട്ടെന്ന് അണയ്ക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വ്യാപ്തി, അതായത് ഇത് കത്തി പടരുന്നതിൻ്റെ വ്യാപ്തി കൂടുകയാണ് ചെയ്തത്. ഇത്തരത്തിൽ നമുക്കിപ്പോൾ ഇവിടെ കാണാൻ കഴിയും, നിരവധി ബോട്ടുകൾ ഈ ഒരു പ്രദേശത്ത് ഇത്തരത്തിൽ കത്തി അമർന്ന് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ഇപ്പോഴും ഫയർഫോഴ്സ് എത്തി തീ അണയ്ക്കുന്നതിനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്.